വില കൊടുക്കേണ്ട സമയത്ത് നമ്മൾ കൂടെയുള്ള ഒന്നിനും വില കൊടുക്കാറില്ല. എന്നാൽ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് കൂടെ ഉണ്ടായിരുന്നതിൻ്റെ വില നമ്മൾ തിരിച്ചറിയുന്നത്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഒറ്റപ്പെടലാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ കൂടെ ആരുമില്ല എന്ന തോന്നൽ അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവൂ. അത് വല്ലാത്തൊരു വേദനയാണ്. കൂടെയുണ്ടെന്ന് നമ്മൾ കരുതുന്ന പലരും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നമ്മൾ വളരെ പ്രിയപ്പെട്ടതാണെന്ന് കരുതുന്ന പലർക്കും സത്യത്തിൽ നമ്മൾ ആരുമല്ല. എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് നമ്മൾ കരുതുന്ന പലരും അവരുടെ ആവശ്യം തീരുന്നതുവരെ മാത്രമേ നമുക്കൊപ്പം ഉണ്ടാവൂ. സ്നേഹമെന്ന് നമ്മൾ കരുതുന്ന പലതും സ്നേഹമല്ല, മറിച്ച് ചിലതൊക്കെ നേടിയെടുക്കാനുള്ള വെറും അഭിനയം മാത്രമാണ്. ഇതെല്ലാം ജീവിതത്തിലെ ചില സത്യങ്ങൾ മാത്രം. വാക്കൊന്നും പ്രവൃത്തിയിൽ മറ്റൊന്നും കാണിക്കുന്നവരെ പ്രത്യേകം സൂക്ഷിക്കുക. കാരണം അവരാണ് ഏറ്റവും വലിയ അപകടകാരികൾ. നമുക്ക് നിറവേറ്റാൻ കഴിയാത്ത ഒരു കാര്യത്തിലും വാക്ക് കൊടുക്കരുത്. തുറന്നു പറയുക. അല്പനേരം ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും ജീവിതകാലം മുഴുവനുള്ള വേദനയായി അത് മാറില്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ പുഞ്ചിരിക്കണം. തളർത്താൻ ശ്രമിക്കുമ്പോൾ തളരാതെ നിൽക്കണം. കുറ്റം പറയുന്നവരുടെ മുൻപിൽ വിജയിച്ചു കാണിക്കണം. പരിഹസിച്ചവരുടെ മുൻപിൽ പതറാതെ ജീവിക്കണം. നിങ്ങൾ മറ്റുള്ളവർക്ക് നല്ലത് ആഗ്രഹിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. ഇത് പ്രകൃതിയുടെ നിയമമാണ്. വാശിയൊക്കെ ആവാം, പക്ഷേ കൈവിട്ടു പോകുമെന്ന് ഉറപ്പായാൽ ആരെങ്കിലും ഒരാൾ തോറ്റുകൊടുക്കണം. പിരിയേണ്ടി വന്നാൽ ദുഃഖം ഇരുവർക്കും ഒരുപോലെയാണ് എന്ന് മറക്കാതിരിക്കുക. മരിച്ചു പോകാൻ ജീവനറ്റ് പോകണമെന്നില്ല. ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ അത്രമേൽ നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മളെ ഒന്ന് മാറ്റി നിർത്തിയാൽ മതി. പ്രതീക്ഷിച്ച ജീവിതം ഈ ലോകത്ത് ആർക്കും ലഭിക്കുന്നില്ല. എങ്കിലും പ്രതീക്ഷകളില്ലാതെ ആരും ജീവിക്കുന്നുമില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ കൂടെ ആരും ഇല്ലാതാകുമ്പോഴല്ല, എല്ലാമെന്ന് കരുതിയവരുടെ മനസ്സിൽ ഒരു സ്ഥാനവും ഇല്ലായിരുന്നു എന്ന് മനസ്സിലാവുമ്പോഴാണ്. സന്തോഷം എന്നത് നിങ്ങൾ ഭാവിയിലേക്ക് മാറ്റി വയ്ക്കേണ്ട ഒന്നല്ല. അത് നിങ്ങൾ ഇന്നത്തേക്കായി രൂപകൽപ്പന ചെയ്യേണ്ട ഒന്നാണ്. എല്ലാ മനുഷ്യൻ്റെയും ജീവിതം ഒരേ രീതിയിൽ അവസാനിക്കുന്നു. അവൻ എങ്ങനെ ജീവിച്ചു, എങ്ങനെ മരിച്ചു എന്നതിൻ്റെ വിശദാംശങ്ങൾ മാത്രമാണ് ഒരു മനുഷ്യനെ മറ്റൊരാളിൽ നിന്ന് വേർതിരിക്കുന്നത്. മനസ്സ് തുറന്ന് സംസാരിച്ചാൽ, ക്ഷമ ചോദിച്ചാൽ, ക്ഷമിക്കാൻ തയ്യാറായാൽ മനോഹരമാകുന്ന എത്രയെത്ര ബന്ധങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. എത്രമാത്രം ഒറ്റപ്പെട്ടു പോയാലും മറ്റൊരാൾക്കും ശല്യമാവാതിരിക്കുക. കാരണം ഒറ്റപ്പെടലിനേക്കാൾ വേദനയാണ് ഒഴിവാക്കലുകൾക്ക്. ജീവിതത്തിലെ പകുതി ദുഃഖങ്ങൾ തെറ്റായ ആളുകളെ വിശ്വസിക്കുന്നതിലൂടെയും പകുതി ദുഃഖങ്ങൾ നല്ല ആളുകളെ സംശയിക്കുന്നതിലൂടെയും ഉണ്ടാകുന്നു. ദൈവം നൽകിയതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ് മറവി. അതുകൊണ്ടാവും ഇന്നലെ എന്നെ വേദനിപ്പിച്ചവരെ നോക്കി ഇന്നെനിക്ക് പുഞ്ചിരിക്കാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ ആരും അവസാനം വരെ കാണില്ല. നമുക്ക് നമ്മൾ മാത്രമേ കാണൂ. നമ്മളെ സ്വയം മനസ്സിലാക്കി നമുക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുക. ആരും ആർക്കും സ്വന്തമല്ല. നമ്മൾ പരിചയപ്പെടുന്ന ഓരോ വ്യക്തിയിലും ഓരോ പ്രത്യേകതകളുണ്ടാകും. അത് മനസ്സിലാക്കി പെരുമാറുമ്പോഴാണ് അവരിലെ നന്മയും തിന്മയും തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നത്. നമ്മളോട് എങ്ങനെ പെരുമാറി എന്ന് ആരും ചിന്തിക്കില്ല. നമ്മൾ അവരോട് എങ്ങനെ പ്രതികരിച്ചു എന്നത് മാത്രം ഒടുക്കം വലിയൊരു തെറ്റായി മാറും. എല്ലാ മുന്നേറ്റങ്ങൾക്ക് പിന്നിലും വീഴ്ചകൾ സാധാരണമാണ്. അത്തരം വീഴ്ചകളിൽ നിന്നുള്ള പാഠങ്ങളാണ് മുന്നോട്ട് വീണ്ടും കുതിക്കുവാനുള്ള പ്രചോദനവും ശക്തിയും നൽകുക.